77ാമത് റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിക്കാൻ സംസ്ഥാനവും എന്തായാലും ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ ഗവർണർ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം അദ്ദേഹം സ്വീകരിക്കും. അതേസമയം നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ എൻ ഷംസീർ ആയിരിക്കും ദേശീയ പതാക ഉയർത്തുക. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, രാജ്യ തലസ്ഥാനത്ത് എന്തായാലും വലിയ ഒരുക്കങ്ങളാണ്. സമാനമായ രീതിയിൽ സംസ്ഥാനത്തും വിവിധ ജില്ലകളിലും അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിലും ഈ ആഘോഷ പരിപാടികളുണ്ട്. എപ്പോഴായിരിക്കും ഈ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുക? ആരംഭിക്കും. ലിജിൻ, 77ാം റിപ്പബ്ലിക് ദിനം വലിയ രീതിയിൽ വിപുലമായി തന്നെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഏതായാലും സംസ്ഥാനവും. ഇന്ന് രാവിലെ ഏകദേശം 9 മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്ത് ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. ഗവർണറായിരിക്കും പതാക ഉയർത്തുക. അതിനുശേഷം ഗവർണർ വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന ഉൾപ്പെടെയുള്ള വിവിധ സേനാ വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ NCC, NSS വോളണ്ടിയർമാർ, ഗൈഡ്സ്, സ്കൌട്ട്, അതുപോലെ തന്നെ സ്റ്റുഡന്റ് പോലീസുകൾ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ അഭിവാദ്യം ഗവർണർ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ഈ വായുസേനയുടെ പുഷ്പവൃഷ്ടി. അത് പതിവായി എല്ലാ വർഷവും നടന്നു വരുന്നതാണ്. പുഷ്പവൃഷ്ടിയും ഉണ്ടാകും. അതിനുശേഷം ഈ പരേഡിന് ശേഷം വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ദേശഭക്തി ഗാനം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് ഏതായാലും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്ത് നടക്കുക. കൃത്യം 9 മണിയോടുകൂടി തന്നെ ഈ പരിപാടികളൊക്കെ ആരംഭിക്കുമെന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട വിവിധ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ എൻ ഷംസീർ ആയിരിക്കും ദേശീയ പതാക ഉയർത്തുക. അതിനുശേഷം അദ്ദേഹവും വിവിധ സേനകളുടെ ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ സ്വീകരിക്കുന്നതായിരിക്കും. KPCCയുടെ ആഘോഷം രാവിലെ 10 മണിക്ക് KPCC ഓഫീസിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഏതായാലും റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട വിവിധ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഇന്ന് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് രാവിലെ 9 മണിയോടുകൂടി തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന പരിപാടികൾ ആരംഭിക്കും.